അച്ഛാ സൂക്ഷിച്ചു വരണേ. ആകെ ചെളിഞ്ഞു. സാർ ഇതിൽ കൂടി പോരെ, വീഴരുത്. ഇങ്ങോട്ട് ഇതില് ചവിട്ടല്ലേ, ചാണക വളത്തിന് വേണ്ടി മേടിച്ചിട്ടാണ്. സാർ ഇവിടെയാണ് കൃഷിനാശം ഉണ്ടായ സ്ഥലം, വാഴകൃഷി. ഇവിടെ എന്ത് കൃഷി, എന്ത് നാശം? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇവിടെ വല്ല ഭൂകമ്പം ഉണ്ടായോ? സാറേ, സാറിന്റെ ഓഫീസിൽ ഞങ്ങൾ എത്ര തവണ കയറി ഇറങ്ങിയത്, ഒന്ന് ഇവിടെ വരെ വന്ന് നോക്കാൻ പറഞ്ഞിട്ട്. സാർ ഇപ്പോഴല്ലേ വന്നത്? അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് ഇവിടെ മാത്രം വന്നാൽ പോരല്ലോ. സാറേ, ഞങ്ങളുടെ വാഴ കാറ്റത്ത് നശിച്ചു പോയി, അത് സത്യമാണ്. നിങ്ങളച്ഛൻ 500 വാഴ വെച്ചു, അതൊക്കെ നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞാ ഞാനതങ്ങ് വെള്ളം കൂട്ടാതെ വിഴുങ്ങണോ? എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ഇത് ബാങ്ക് വായ്പ ഒക്കെ എടുത്ത് തുടങ്ങിയതാണ്. സാറിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പാസ്ബുക്ക് കാണിച്ചു തരാം. ഓ, പാസ്ബുക്കിലൊന്നും ഒരു കാര്യമില്ല. ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ധനസഹായമാണ്, കേന്ദ്രത്തിന്റെ. അവർക്ക് കൃത്യമായി കണക്ക് കൊടുക്കണം. ആ കണക്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ എന്റെ പണി അങ്ങ് പോവും. അതിന് സാറ് അത് കേന്ദ്രത്തിൽ നിന്ന് മാറ്റി സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? അത് പത്രത്തിലുണ്ടായിരുന്നു. ഇന്ന് പത്രത്തിലുണ്ടായത് നാളെ നടപ്പിലാവുകയൊന്നുമില്ല. അതൊക്കെ നടപ്പിലാവണമെങ്കിൽ 5-6 മാസം പിടിക്കും. അപ്പൊ അതൊക്കെ പോട്ടെ. ഈ സ്ഥലം ഇത് പാടം നികത്തിയതാണോ? പാടം നികത്തിയതാണ്. അപ്പൊ കിട്ടില്ല. എന്റെ സാറേ, അത് പണ്ടെങ്ങാനും ആരോ നികത്തിയതാ, കുറച്ച് സ്ഥലം. പിന്നെ ഈ നശിച്ചു പോയെന്ന് പറയുന്ന വാഴ നിങ്ങൾ 4 വശത്തേക്കും വലിച്ചു കെട്ടിയിരുന്നോ? 2 വശത്തേക്ക് വലിച്ചു കെട്ടിയിരുന്നു. അപ്പൊ ഒട്ടും കിട്ടില്ല. 4 വശത്തേക്ക് വലിച്ചു കെട്ടണമെന്ന് വ്യക്തമായ വ്യവസ്ഥയുണ്ട്. അതൊന്നും ചെയ്യാതെ വാഴ നശിച്ചു, അയ്യോ ധനസഹായം വേണമെന്നും പറഞ്ഞ് അലറി കരഞ്ഞു വന്നാൽ ഞങ്ങൾ എവിടുന്ന് എടുത്തു തരും പെങ്ങളെ? ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, അത് പറ സാറ്. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിച്ചു എന്നിരിക്കട്ടെ. എന്നാൽ മാനദണ്ഡ പ്രകാരം ഒരു വാഴയ്ക്ക് 2 രൂപ 70 പൈസ വെച്ച് നിങ്ങൾക്ക് കിട്ടും. അതിലിപ്പോ ഈ പാടം നികത്തിയ സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു 10-20 വാഴയുടെ കുറയ്ക്കേണ്ടി വരും. പിന്നെ എല്ലാം കൂടെ കൂട്ടി വന്ന് നിങ്ങൾക്ക് ഒരു 150 രൂപ കിട്ടും. 150 രൂപയോ? സാറിന് ഇവിടെ ടാക്സിക്ക് വിളിച്ചിട്ട് വന്നതിന് എത്ര രൂപയെന്നറിയോ? അത് നിങ്ങൾ കൊടുക്കണം. പിന്നെ ഞങ്ങൾ എന്തിനാ സാറേ കൃഷി ചെയ്യുന്നേ? പിന്നെ ഒരു വഴിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞു, വേറെയും ചില കൃഷികളൊക്കെ നശിച്ചു എന്ന് അങ്ങ് എഴുതി ചേർക്കാം. അത് കള്ളത്തരമാണ്, ഹൈലി റിസ്ക് ആണ്. ആ റിസ്ക് ഞാൻ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ എനിക്ക് എന്ത് തരും? സാറ് കൈക്കൂലിയാണ് ഉദ്ദേശിച്ചത്? അയ്യേ, കൈക്കൂലി എന്ന് പറയല്ലേ ശ്യാമളെ, ഒരു സന്തോഷം. 10 പൈസ ആ പേരിൽ സാറിന് ഇവിടുന്ന് കിട്ടില്ല. എവിടെ ടാക്സി? പറഞ്ഞു വിട്ടേ. ടാക്സി പറഞ്ഞു വിട്ടോ? പിന്നെ ഞാൻ എങ്ങനെ ഓഫീസിൽ പോവും? നടന്നു പോയാ മതി. നടന്നു പോവാനോ? ഓഫീസിലേക്കോ? നടന്നു പോകാൻ എനിക്ക് ഒത്തിരിയൊന്നും അല്ലല്ലോ. പിന്നെ ഒരു കാര്യം, 5 പൈസയുടെ ഉപകാരമില്ലാത്ത നിങ്ങളുടെ കൃഷി ഇനിയും നശിക്കും, നിങ്ങളും നശിക്കും. നിങ്ങൾക്ക് 5 പൈസ കിട്ടാൻ പോകുന്നില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ടാക്സി വിളിച്ചു വിടണ്ടായിരുന്നു. അച്ഛൻ എന്തൊക്കെയാ പറയണേ? സർക്കാർ ജീവനക്കാര് നമ്മളെ പോലെ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിക്കാൻ പാടില്ല. അവർക്ക് അതിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് തന്നെ വേണ്ടത്.